തരൂർ കഴിഞ്ഞ ദിവസം പാർട്ടിക്കുള്ളിലെ കുടുംബവാഴ്ച പരോക്ഷമായിട്ട് ആരോപണത്തിന് വിധേയമാക്കുന്നതല്ലേ, എന്താ അങ്ങനെ? അല്ല, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനായാലും രാജ്യത്തിന് പറയാം, ഈ നാടിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും. അവർ കേവലം കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് സഹതപിക്കാനേ കഴിയുള്ളൂ. കാരണം അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച് തൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും വലിച്ചെറിഞ്ഞ് ജയിലിലും കാരാഗ്രഹത്തിലും കടന്ന് സ്വാതന്ത്ര്യ സമരം നയിച്ചു വന്നവരാണ്. ഇന്ദിരാഗാന്ധിയും അതുപോലെ ആയിരുന്നു. അവരൊക്കെ പ്രൂവ് ചെയ്ത് തെരഞ്ഞെടുപ്പ് രംഗത്തും മാത്രമല്ല ഇന്ത്യയിലെ ജനകോടികളുടെ അംഗീകാരം നേടിയിട്ട് വരുന്നവരാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കുടുംബാധിപത്യമാണെന്ന് പറയുന്നത് ഒരു കാരണവശാലും നീതീകരിക്കപ്പെടുന്നതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കണം, അദ്ദേഹം വിശദീകരിക്കട്ടെ. അല്ല, അതിപ്പം ഊഹാപോഹങ്ങൾക്ക് ഞാൻ എന്തിനാണ് മറുപടി പറയുന്നത്? എന്തായാലും നിലവിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലൊരു കേസ് ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണസമിതിക്കൊന്നും ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം.